എറണാകുളം ജില്ലയിൽ തീവാറുന്ന ത്രികോണ മത്സരത്തിന് ഒരുങ്ങുന്നു തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം. കോട്ട നിലനിർത്താൻ UDFും തിരിച്ചുപിടിക്കാൻ LDFും കച്ചമുറുക്കി കഴിഞ്ഞു. തൃപ്പൂണിത്തുറ നഗരസഭ പിടിച്ചടക്കിയ ആത്മവിശ്വാസത്തോടെ BJPയും ഇപ്പോൾ രംഗത്തുണ്ട്. കാണാം തൃപ്പൂണിത്തുറയിലെ അംഗം. ഇഞ്ചോടിഞ്ച് എന്ന വാക്ക് ആലങ്കാരികമാകാനിടയില്ലാത്ത തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ് തൃപ്പൂണിത്തുറയിൽ. നഗരസഭ BJP പിടിച്ചതോടെ ത്രികോണ മത്സരം ഒന്നുകൂടി മുറുകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മൃഗീയ ഭൂരിപക്ഷം കിട്ടിയെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFുമായി നൂൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിലനിർത്താനും തിരിച്ചുപിടിക്കാനും LDFും UDFും എല്ലാം മറന്നിറങ്ങുമ്പോൾ പ്രവചനങ്ങൾ അപ്രസക്തമാകും. തൃപ്പൂണിത്തുറയിലെ കോൺഗ്രസ് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത തെരഞ്ഞെടുപ്പായിരുന്നു 2016 കാൽ നൂറ്റാണ്ടുകാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച K ബാബുവിനെ CPIMന്റെ യുവനേതാവ് M സ്വരാജ് അട്ടിമറിച്ചു. ബാർക്കോഴ വിവാദമടക്കം നിരവധി ആരോപണങ്ങൾക്കിടയിലായിരുന്നു K ബാബുവിന്റെ സ്ഥാനാർത്ഥിത്വം. സംസ്ഥാനത്ത് വീശിയടിച്ച ഇടതു തരംഗം കൂടിയായപ്പോൾ അദ്ദേഹത്തിന്റെ കാലിടറി. എന്നാൽ 2021 1000-ൽ താഴെ വോട്ടുകൾക്ക് K ബാബു മണ്ഡലം തിരിച്ചുപിടിച്ചതും അപ്രതീക്ഷിതമായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30,000-ൽ പരം വോട്ടുകളുടെ ലീഡുണ്ടായിരുന്നു തൃപ്പൂണിത്തുറയിൽ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡന്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ലീഡ് 1000-ൽ താഴെയായി. തൃപ്പൂണിത്തുറ നഗരസഭ ഒറ്റ സീറ്റിന്റെ വ്യത്യാസത്തിൽ BJP പിടിച്ചെടുത്തു. തൊട്ടുപിന്നിൽ LDF. മരട് മുനിസിപ്പാലിറ്റിയും 2 പഞ്ചായത്തുകളും UDFനൊപ്പം. മണ്ഡലത്തിലെ കൊച്ചി കോർപ്പറേഷൻ വാർഡുകളിൽ LDFനായിരുന്നു മുൻതൂക്കം ലഭിച്ചത്. കോൺഗ്രസിനായി ഇക്കുറി K ബാബു മത്സരരംഗത്തുണ്ടാകില്ലെന്നാണ് സൂചന. പകരം നടൻ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ആലോചനകളാണ് കോൺഗ്രസിൽ പുരോഗമിക്കുന്നത്. താരസ്ഥാനാർത്ഥിയിലൂടെ ലഭിക്കുന്ന അധിക വോട്ടുകൾ കൂടി ചേർത്താൽ മണ്ഡലത്തിൽ വ്യക്തമായ മുൻതൂക്കം നേടാനാകുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. രമേശ് പിഷാരടി മത്സരിക്കാൻ തയ്യാറായില്ലെങ്കിൽ രാജു P നായർ, M ലിജു എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസിന്റെ പരിഗണനാ പട്ടികയിൽ മുന്നിൽ. ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം തൃപ്പൂണിത്തുറയിലുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു പ്രാവശ്യം മാത്രം കൈവിട്ടുപോയ മണ്ഡലമാണ് അത്. ഇപ്രാവശ്യത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ല ഭൂരിപക്ഷം 10,000 വോട്ടിന് മേലുള്ള ഭൂരിപക്ഷത്തോടുകൂടി തൃപ്പൂണിത്തുറ ജയിക്കാനുള്ള സാധ്യത. K ബാബുവിനെ അട്ടിമറിക്കുകയും രണ്ടാം വട്ടം നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്ത M സ്വരാജ് മത്സരരംഗത്ത് ഉണ്ടായേക്കില്ല. പകരം കൊച്ചി മുൻ മേയർ M അനിൽകുമാറിന്റെ പേരിനാണ് CPIMൽ മുൻതൂക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFുമായുള്ള നേരിയ വോട്ട് വ്യത്യാസം മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള LDF ശ്രമങ്ങൾക്ക് ഊർജ്ജമാകും. M സ്വരാജിന്റെ നേതൃത്വത്തിൽ ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്ന മണ്ഡലങ്ങളിലൊന്നായിരുന്നു. അത് തുടങ്ങി വച്ച വികസന കാര്യങ്ങൾ ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് K ബാബുവിന് കഴിഞ്ഞിട്ടില്ല. ഓരോ കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിച്ചുകൊണ്ട് ഈ അനുകൂലമായ സാഹചര്യത്തെ കൂടുതൽ വോട്ടാക്കി മാറ്റി അവിടെ നിശ്ചയമായും വിജയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തൃപ്പൂണിത്തുറ നഗരം പിടിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP. A ക്ലാസ് മണ്ഡലമായി മാറിയ തൃപ്പൂണിത്തുറയിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. നടനും സംവിധായകനുമായ മേജർ രവിയെ മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. PR ശിവശങ്കർ, KVS ഹരിദാസ് എന്നിവരുടെ പേരുകളും മണ്ഡലത്തിൽ സജീവമാണ്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി BJPക്ക് വളരെ അനുകൂലമാണ്. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. പിന്നെ ചുറ്റുമുള്ള സ്ഥലങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത് അവരൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ BJP വിജയിക്കും എന്നുള്ള പ്രതീക്ഷ വന്നാൽ ഈ ഫെൻസിറ്റിംഗ് വോട്ടേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ BJPക്ക് അനുകൂലമാണ്. പക്ഷേ ജയിക്കുന്നവർക്കേ വോട്ട് ചെയ്യുള്ളൂ. അവർ പോലും ഇത്തവണ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. അവസാന നിമിഷം വരെ ഉദ്വേഗം നിറഞ്ഞ ഫോട്ടോ ഫിനിഷിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ K ബാബു MLA ആയത്. അതേ പോരാട്ട വീര്യം 3 മുന്നണികളും പുറത്തെടുത്താൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ശ്രദ്ധാകേന്ദ്രമാകും തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.